ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ മാംഗോ മെഡോസ് എന്ന ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. ഇതിൻ്റെ എൻട്രി തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരു ടിക്കറ്റിന് 350 രൂപയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു 10 മിനിറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അവർ തരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്കൊരു ഗൈഡിനെ തരും. ആ ഗൈഡ് നമ്മളുടെ കൂടെ ഒരു 45 മിനിറ്റ്സ് ഉണ്ടാവും. ഗൈഡ് നമ്മളെ കൊണ്ട് അവിടെ ഫുൾ ചുറ്റി കാണിക്കുക. ആദ്യം തന്നെ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. നല്ല ഒരുപാട് മരങ്ങളുണ്ട് അവിടെ. ആ ഗൈഡ് നമുക്ക് ആ മരങ്ങളെ പറ്റി എല്ലാം, ഇതിൻ്റെ പേരുകളും അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അവിടെ ഓരോ മരങ്ങളുടെ ഫ്രണ്ടിലും ബോർഡുകളുണ്ട്, റൈറ്റിങ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അവിടെ നമുക്ക് വായിക്കാനും പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കയറുന്ന മീനൂട്ട് പാലമാണ്. ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പം അവിടെ നിന്ന് നമുക്ക് കുറേ മീനുകളെ കാണാൻ പറ്റും. കുറച്ച് തീറ്റ നമുക്ക് കിട്ടും. ആ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ മീനുകളെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഫസ്റ്റ് അവരൊന്ന് കാണിച്ചു തരത്തതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് വന്ന് ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നീലക്കൊടുവേലി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ മരം കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും പഠിക്കാനും, നമുക്ക് ഇതുവരെ ചിലപ്പോൾ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ പറ്റി ഉള്ള അറിവ് കിട്ടാനും ഒക്കെ ഒരു നല്ല പ്ലേസാണിത്. പിന്നെ ഇവിടെ ഒരു മാംഗോ പൂളുണ്ട്. ഈ പൂളിലൊക്കെ ഇറങ്ങണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. നമ്മൾ ഈ എടുത്തേക്കുന്ന 350 രൂപയുടെ ടിക്കറ്റിനുള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്. നമ്മളൊരു 350 രൂപയുടെ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ഡേ കൂടുതൽ കാണാനും നമുക്ക് ചിലവഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ചൂണ്ടയിടാനുള്ള സൗകര്യമുണ്ട്. ഇനി ഇവിടെ തന്നെ ഒരു മാംഗോ കോട്ടേജ് ഉണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ദിവസം ചിലവഴിച്ച് നമുക്ക് ഫുള്ള് കണ്ട് തീർന്നിട്ടില്ല, അല്ല നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും. നല്ല ലക്ഷറി ആയിട്ടുള്ള സ്റ്റേ ഉണ്ട്, അതല്ല നോർമലായിട്ടുള്ളതും ഉണ്ട്. അങ്ങനെ കുറേ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ശിവൻ്റെ സ്റ്റാച്യു ഉണ്ട്. പിന്നെ ഇതൊരു പഴയകാല ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ സ്റ്റാച്യൂസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് വാലൻറ്റൈൻസ് ഗാർഡൻ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ചായക്കട പോലെ കാണാം. അവിടെ രാത്രിയിൽ ഇങ്ങനെ പാട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും നാളുകളൊക്കെ എഴുതിയിട്ടിട്ടൊരു ബോർഡുണ്ട്. പിന്നെ ആ നാളിൻ്റേതായിട്ടുള്ള വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളെല്ലാം നമുക്കിതിന് ചുറ്റും കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഓർഗാനിക്കായിട്ടുള്ള കുറേ പച്ചക്കറികൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ കുറേ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് മൃഗങ്ങൾ, കോഴി, താറാവ്, അങ്ങനെയുള്ള ഡോഗ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് കുറേ ഇനത്തിൽപ്പെട്ട പശുക്കളെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ മീനുകൾ, അതിനുള്ളിൽ കൂടെ നമുക്ക് നടക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വെള്ളിയാഴ്ച ദിവസമൊക്കെ വരുന്ന നിസ്കാരം മുടക്കാൻ പറ്റാത്തവർക്കൊക്കെ നിസ്കരിക്കാനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ അവർ നമുക്കൊരു അമ്പലം പോലെ കാണാം. കാവ് പോലെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവരവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇതിൽ എന്നും വിളക്ക് കത്തിക്കാറുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച സമയമായി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇതിനുള്ളിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.